ഹായ് ഹലോ. അപ്പം ഇന്നത്തെ യാത്രയെന്ന് പറയുന്നത് ഞങ്ങൾ 3 പേര് കൂടി ഗുരുവായൂർ പോയൊരു യാത്രയാണ് കേട്ടോ. അപ്പം ഞാനും കവിതയും നിരഞ്ജനയും കൂടെ കുറേ നാളുകൊണ്ട് പ്ലാൻ ചെയ്യുന്നു ഗുരുവായൂരൊന്ന് പോകാമെന്ന് കേട്ടോ. അപ്പം ഞങ്ങൾ കൊല്ലത്തുനിന്ന് ഒരു 7:45 കൂടി നമുക്കൊരു ഗുരുവായൂർ എക്സ്പ്രസ് ഉണ്ട്. അപ്പം ആദ്യം ബുക്ക് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു, പിന്നെ ബുക്കൊന്നും ചെയ്തില്ല, കയറിപ്പോകാമെന്ന് വിചാരിച്ചു. കാരണം ഒരുപാട് അൺറിസർവ്ഡ് കമ്പാർട്ട്മെൻ്റൊക്കെ ഉള്ള സംഭവമാണ്, ട്രെയിനാണ്. അപ്പം ഞങ്ങൾ കയറിപ്പോകാനായിട്ട് വിചാരിച്ചു. അപ്പം നമുക്ക് പ്രത്യേകിച്ചൊരു ദിവസം വേണ്ട, നമുക്ക് സൗകര്യമുള്ളൊരു ദിവസം നോക്കി അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ട്രെയിൻ വന്നതിന് ശേഷം ഏറ്റവും ലാസ്റ്റുള്ള ലേഡീസ് കമ്പാർട്ട്മെൻറ്റിലാണ് കയറിയത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മണ്ഡലമാസമാണല്ലോ, അപ്പം ശബരിമല പോവാനും വരാനും ഒക്കെ ഉള്ളവർ ഇഷ്ടം പോലെ നമ്മളുടെ സാധാരണ കമ്പാർട്ട്മെൻറ്റിലൊക്കെ കാണും. അപ്പോൾ നല്ല തിരക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ലേഡീസിൽ തന്നെ കയറിയത്. അപ്പം ഞങ്ങൾക്ക് രാത്രിയിലത്തേക്ക് ഞങ്ങൾ പുട്ടൊക്കെ കൊണ്ടുവന്നിരുന്നു. അപ്പം എല്ലാവരും പുട്ടൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ലേഡീസിൻ്റെ ആ മുകളിലത്തെ സെക്ഷനിലേക്ക് കയറി. സത്യത്തിൽ അത് ലഗേജ് വെക്കുന്ന സംഭവമാണ്, പക്ഷേ ഞങ്ങൾ കയറി കിടക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇതുപോലത്തെ ഉരുണ്ട കമ്പികളായിരുന്നു എൻ്റെ മുകൾ ഭാഗത്ത്. ചില സ്ഥലത്ത് നല്ല സീറ്റിംഗ് ആയിരിക്കും, നമുക്ക് നല്ല കംഫർട്ടായിട്ട് നമുക്ക് കിടക്കാൻ സാധിക്കും. പക്ഷേ ഇത് ഭയങ്കര പാടായിരുന്നു കേട്ടോ. അപ്പോൾ എറണാകുളം വരെയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ എറണാകുളമൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ പയ്യെ ഞങ്ങളെല്ലാവരും താഴെ ഇറങ്ങി കേട്ടോ. അത്രയ്ക്കും വേദനിച്ചുകൊണ്ടേയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 1:50 കൂടി ഞങ്ങൾ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പം ഞാൻ ഈ വീഡിയോ വിശദമായി പറയുന്നതിൻ്റെ കാര്യം, പല സമയത്ത് ഞങ്ങൾ പല ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പലരും ചോദിക്കാറുണ്ട്, ആ വീഡിയോ പറഞ്ഞതുപോലെ തന്നെയാണോ, അപ്പോൾ അങ്ങനെ പോയാൽ പാടില്ലേ, അപ്പം നിങ്ങൾക്ക് ഒന്ന് ഉപകാരപ്പെടട്ടെന്ന് വിചാരിച്ചാണ് കേട്ടോ ഞാനിങ്ങനെ വീഡിയോ ഇടുന്നത്. കാരണം പണ്ട് ഞങ്ങൾ പോകുമ്പോഴത്തേക്കും ഗുരുവായൂർ സ്റ്റേഷനകത്ത് തന്നെ ഫ്രഷപ്പ് ആവാനുള്ള സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു രീതിക്കാണ് ഞങ്ങൾ ഇപ്രാവശ്യം പോയത്. പക്ഷേ ഇപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷനുകളിലെല്ലാം പണി നടക്കുന്നത് കൊണ്ട് ഇപ്പം അങ്ങനെയുള്ള സൗകര്യം ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനുകളിൽ ഇല്ല. അപ്പം നമുക്ക് ഗുരുവായൂരിൽ ഇപ്പോൾ പോകണമെങ്കിൽ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു ഓട്ടോ എടുത്ത് 100 രൂപയാവും കേട്ടോ. ഒരു ഓട്ടോ എടുത്ത് നമ്മൾ പടിഞ്ഞാറ് നടയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ കുടുംബശ്രീ നടത്തുന്ന ഒരു കെട്ടിടമുണ്ട് കേട്ടോ. ഈ കുളിക്കാനും ഡോർമെറ്ററിയും നമ്മളുടെ ക്ലോക്ക് റൂമും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു 2-3 നിലയുള്ളൊരു കെട്ടിടമുണ്ട് കേട്ടോ. അപ്പം നമുക്ക് അവിടെ പോയാൽ വളരെ നല്ല രീതിക്ക് നമുക്ക് കുളിച്ച് വൃത്തിയായി നമുക്ക് എല്ലാ സംവിധാനവും അവിടെ ഉണ്ട് കേട്ടോ. ബാത്റൂം ആയാലും ടോയ്ലറ്റ് ആയാലും, പിന്നെ നമുക്കവിടെ ജസ്റ്റ് താമസിക്കണമെങ്കിൽ ഡോർമെറ്ററി ഉള്ളുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ സാധനങ്ങൾ സൂക്ഷിക്കാനുള്ള ഇതും ഉണ്ട്. വളരെ തുച്ഛമായ പൈസയേ ഉള്ളൂ. നമുക്ക് കുളിക്കുന്നതിനൊക്കെ 30 രൂപയാണ് അവർ ഈടാക്കുന്നത്. നമുക്ക് സാധനങ്ങൾ ക്ലോക്ക് റൂമിൽ വെക്കുന്നതിന് 10 രൂപയേ ഉള്ളൂ കേട്ടോ. അപ്പം നമുക്ക് അവിടെ നിന്ന് പിന്നെ നമുക്ക് പടിഞ്ഞാറ് നടയിൽ നിന്ന് നമുക്ക് വളരെ കുറച്ച് ദൂരം മാത്രമേ നമുക്ക് നടന്ന് അമ്പലത്തിലേക്ക് കയറാനായിട്ടുള്ള ദൂരമുള്ളൂ. അപ്പം വളരെ സൗകര്യമുള്ള ഒരു സംഭവമാണ് കേട്ടോ. ഈ പടിഞ്ഞാറ് നടയിലേക്ക് നമ്മളൊരു ഓട്ടോ വിളിച്ച് വന്നാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ആ ഒരു ബാത്റൂം, ആ ഒരു സെക്ഷൻ കേട്ടോ. അപ്പം നമ്മൾ അവിടെ നിന്ന് നമ്മൾ കുളിച്ച് ഫ്രഷായി ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് നമ്മൾ അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് വളരെ കുറച്ച് നടന്നാലും ഞങ്ങൾക്ക് അമ്പലത്തിൻ്റെ പടിഞ്ഞാറ് സൈഡ് കാണാം, ആ ഒരു കോവിലിൻ്റെ ആ ഒരു സൈഡ് കാണാൻ പറ്റുമായിരുന്നു. അപ്പം ഞങ്ങൾ ആ തെരുവിൽ കൂടെ നടക്കുകയാണ്. അപ്പോഴത്തേക്ക് എനിക്ക് ഒരു കടയിലേക്ക് കയറി. എനിക്ക് പൊട്ടില്ലായിരുന്നു കേട്ടോ, ഞാൻ എടുത്തുകൊണ്ട് പോകാൻ മറന്നുപോയായിരുന്നു. അപ്പം ഞങ്ങളൊരു കടയിൽ കയറി പൊട്ടെല്ലാം മേടിച്ചു കേട്ടോ. അവിടെ ചെന്നാൽ നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് മേടിക്കാം കേട്ടോ. സാരി ആയാലും ബ്ലൗസ് ആയാലും റെഡിമെയ്ഡ് ബ്ലൗസുകൾ, സാരി എല്ലാം നമുക്ക് അവിടെ കിട്ടും കേട്ടോ. ഏത് സമയം തുറന്നിരിക്കുന്ന കടകളുമാണ് കേട്ടോ. പക്ഷെ നല്ല വിലയാണ് കേട്ടോ. ഞങ്ങൾ കടയിൽ ഈ ഒരു പൊട്ട്, ഞാൻ ഇട്ടേക്കുന്ന ഈ ഒരു പൊട്ട് ഒരു പാക്കറ്റിന് 2-3 രൂപയാണ്. പക്ഷേ അവിടെ നിന്ന് ഞങ്ങൾ 10 രൂപയ്ക്കാണ് കേട്ടോ മേടിച്ചത്. പിന്നെ പൊട്ടില്ലാത്ത രീതിക്ക് അതുകൊണ്ടാണ് കേട്ടോ ഞാനൊരു പൊട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് മേടിച്ചത്. അപ്പോൾ ഇനി നമ്മൾ ദർശനത്തിനായിട്ട് ക്യൂ നിൽക്കണം. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ബാഗുകളെല്ലാം നമുക്ക് ക്ലോക്ക് റൂമിൽ വെക്കണം കേട്ടോ. അപ്പം അതിനായിട്ടാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. അപ്പോൾ ഈ ഒരു ക്ലോക്ക് റൂമിൽ നമ്മൾ ഫോൺ സഹിതമാണ് വെക്കുന്നത്. അതുകൊണ്ട് ഇനിയുള്ള വീഡിയോകളൊന്നും പറ്റത്തില്ല. അപ്പം ക്ലോക്ക് റൂമിൽ വെക്കാനായിട്ട് ഒരു ക്യൂ ഒക്കെ ഉണ്ട്. അപ്പം ക്ലോക്ക് റൂമിൽ വെക്കുന്നതിന് 30 രൂപയാണ് നമുക്ക് ചിലവാകുന്നത്. അപ്പം അതൊക്കെ വെച്ചതിന് ശേഷം നമ്മൾ ക്യൂവിൽ കയറി നിന്നു. അപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. നമ്മൾ ഏകദേശം ഒരു 3 മണിയോടുകൂടി ക്യൂവിൽ കയറിയിട്ട് നമ്മൾ ഏകദേശം ഒരു 7:30ക്കാണ് അമ്പലത്തിനകത്ത് കയറിയത്.
നല്ല തിരക്കായിരുന്നു, ഭയങ്കര ക്യൂ ആയിരുന്നു. പക്ഷേ നമുക്ക് വളരെ വലിയ പ്രശ്നമൊന്നും കൊണ്ട് തോന്നത്തില്ല. കാരണം നമുക്ക് ഇരുന്നിരുന്നാണ് നമ്മളുടെ ക്യൂ പോകുന്നത്. ആ നടയിലേക്ക് തുറക്കുന്ന സമയം മാത്രമാണ് നമ്മളൊരിച്ചിരി നമുക്ക് ക്യൂവിലേക്ക് നിൽക്കേണ്ടി വരുന്നത്. അല്ലാതെ നമ്മൾ ഇരുന്നിരുന്ന് നമുക്ക് അവിടെ വെള്ളമൊക്കെ കൊണ്ടുവരും. നമുക്ക് ദാഹിക്കണമെങ്കിൽ നമുക്ക് വെള്ളമൊക്കെ കൊണ്ടുവരും. അതെല്ലാം കുടിച്ച് നമ്മൾ സ്വസ്ഥമായാണ് ഇരുന്ന് നമ്മൾ നടയിലേക്ക് കയറുന്നത്. അപ്പം അതിനുശേഷം നമ്മൾ അമ്പലത്തിൽ കയറി. ഒരുപാട് പൂജകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതെല്ലാം കണ്ടു. തിടമ്പേറ്റിയ ആനകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിനുശേഷം ഞങ്ങൾ മമ്മിയൂർ പോയി. അപ്പം ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ പോകാനുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞങ്ങളെല്ലാം ഒരു സ്പീഡായിരുന്നു. അപ്പം സാധാരണ ഞങ്ങൾ ഗുരുവായൂരൊക്കെ വന്നാൽ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ അമ്പലങ്ങളിൽ നിന്ന് തന്നെയാണ് കിട്ടാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല കേട്ടോ. ഒന്നാമത്തെ കാര്യം തിരക്ക് കാരണം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമെല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കിട്ടാത്തത്. അപ്പോൾ ഇത് മമ്മിയൂരാണ്. ഈ മമ്മിയൂരിൽ നമ്മൾ ഈ ഗുരുവായൂർ വന്നവരെല്ലാം മമ്മിയൂരൂടെ കണ്ടിട്ട് ശിവനോട് കണ്ടേ പോകത്തുള്ളൂ കേട്ടോ. അപ്പം അവിടെയും അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. അപ്പം അതിനുശേഷം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് മമ്മിയൂരിന് ഓപ്പോസിറ്റുള്ള ഒരു ഹോട്ടലിൽ തന്നെയാണ് കയറിയത്. നല്ല ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും 3 പേരും മസാല ദോശ തന്നെയാണ് കഴിച്ചത്. അപ്പം നിഞ്ചൂസിനൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. ഇച്ചിരി ഹെവി ആയിപ്പോയി. വടയെല്ലാം കൂടെ കഴിച്ച് ഞങ്ങളങ്ങ് ഒരു പരുവമായിപ്പോയെന്നേ ഉള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് 1-2 അമ്പലങ്ങളിൽ കൂടെ തൃശ്ശൂർ പോകാനുണ്ട്. അപ്പം അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പം ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്കിനി ഒരു പുതിയ വീഡിയോയിൽ കാണാം.